എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ കട്ടമറോ വില്ലൻ അവനാണെങ്കിൽ രണ്ട് ഡോണറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ലൂഫിയെ പിടിച്ചു വലിച്ച് ഇങ്ങനെ തല്ലി തല്ലി കൊല്ലുകയാണ്. ലൂഫി ആണെങ്കിൽ അവൻ എത്രയൊക്കെ അടിച്ചിട്ടും ഒരുപാട് ഇടി കൊണ്ടിട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ റെയിലി പഠിപ്പിച്ചു കൊടുത്ത ഓരോരോ കാര്യങ്ങൾ മാറ്റിയും മറിച്ചും ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ എന്താ, അവന്റെ മുൻപിൽ അതൊന്നും തന്നെ വിലപ്പോവില്ല. ഇവിടെ ഇങ്ങനെ ഫൈറ്റ് മുൻപോട്ട് പോകുമ്പോൾ മറ്റൊരു ഭാഗത്ത് കടലില് നമ്മുടെ 1000 സണ്ണി കപ്പലും ജിംബയും ഒഹാ ടീമും അവർക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം ബിഗ് മോമും ടീമും അവർ ഏകദേശം റൗണ്ട് ചെയ്ത് കഴിഞ്ഞു. അവരുടെ സർക്കിളിൽ നമ്മുടെ ആൾക്കാരുടെ കപ്പൽ പെട്ടുപോയതുകൊണ്ട് തന്നെ അവരിപ്പോ നിർത്താതെ അറ്റാക്ക് ചെയ്യാണ്. മുൻപിലുള്ള ആ ഒരു വില്ലന്മാരെ ക്യാരറ്റ് ഒറ്റയ്ക്ക് തല്ലി തകർത്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ബിഗ് മോം അവളാണെങ്കിൽ സിയൂസിനെയും പ്രിമത്യൂസിനെയും വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവർ രണ്ടുപേരും അവളുടെ വിളി കേൾക്കില്ല. ബിഗ് മോം ആണെങ്കിൽ ആ കേക്കിന് വേണ്ടി അലഞ്ഞലഞ്ഞ് മറ്റു ഭക്ഷണങ്ങളൊന്നും കഴിക്കാതായി ഇപ്പോ ആകെ ടയർഡായിരിക്കുകയാണ്. പരസ്പരമൊക്കെയാണെങ്കിൽ അവന്റെ ടെൻഷൻ കൂടി വരും. കാരണം 8 മണിക്കൂറായിട്ട് അവന്റെ അമ്മ ബിഗ് മോം ഒന്നും കഴിച്ചിട്ടില്ല. ഇത്രയും നേരവും അവന്റെ അമ്മ അഗ്രസീവായിട്ട് അവൻ കണ്ടിട്ടുമില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് പറഞ്ഞ് ടെൻഷൻ ആവുമ്പോഴായിരിക്കും അടുത്ത മൊമെന്റിൽ പുട്ടിങ് കോണ്ടാക്ട് ചെയ്ത് ഞങ്ങൾ കടലിലൂടെ കേക്കുമായി നിങ്ങളെ തേടി വരികയാണ്, വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ എത്രയും വേഗം എത്തുമെന്ന് പറയാ. അത് കേൾക്കുമ്പോൾ പരസ്പരയ്ക്കാണെങ്കിൽ ഭയങ്കര ആശ്വാസം. ആ വെഡ്ഡിങ് കേക്ക് അത് എത്രയും വേഗം ഇവിടേക്ക് എത്തി അമ്മ അത് കഴിക്കുകയാണെങ്കിൽ നോർമലായി മാറും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ് അവൾ വെളിപ്പെടുത്തുക. ഞങ്ങൾ കേക്കുമായിട്ട് വരുന്നത് സാക്ഷാൽ കപ്പോംസിന്റെ കപ്പലിലാണ്. അത് കേട്ട് പരസ്പരം ഷോക്കാവും. കട്ട് ചെയ്താ ഇവിടെ കപ്പോംസിന്റെ കപ്പൽ കാണിക്കും. ടൈം ആണെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് 9 മണിയായി. സാഞ്ചി ആണെങ്കിൽ വളരെ കാര്യമായിട്ട് എല്ലാവർക്കും ഇൻസ്ട്രക്ഷനും ഇൻഫർമേഷനും ഒക്കെ പാസ് ചെയ്ത് ആ ഒരു കേക്കിന്റെ ഡെക്കറേഷൻ വർക്ക് അത് വേറെ ലെവലിൽ കൊണ്ടുപോകും. അപ്പോഴാണെങ്കിൽ കപ്പോംസിന്റെ 2 അസിസ്റ്റൻസ് അവർ ബാരലില് എന്തോ ഒന്ന് അവിടേക്ക് കൊണ്ടുവരാണ്. എന്നിട്ട് നൈസായി അത് ആ കേക്കിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കും. അത് എന്താണെന്ന് ചോദിക്കും. അതിന് അവർ സിമ്പിൾ ആയിട്ട് പറയും, ഇതൊരല്പം പോയിസൺ ആണ്, ഇതുകൂടെ ഈ കേക്കിൽ കലക്കി അവൾക്ക് കൊടുക്കാം. പിന്നീട് ബിഗ് മോമിന്റെ ശല്യം അതുണ്ടാവില്ല. അത് കേൾക്കേണ്ട താമസം സാഞ്ചി അവൻ ഫുൾ കലിപ്പില് ആ ബാരൽ ചവിട്ടി കടലിലേക്ക് എറിയാണ്. കപ്പോംസ് ആണെങ്കിൽ അതുകൊണ്ട് ഷോക്കായിട്ട് സാഞ്ചിയുടെ അടുത്തേക്ക് വരും. നീ എന്താ ഈ ചെയ്യണേ? ഇത് ശരിക്കും ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് അത് ചീറ്റിപ്പോയി. സോ ഇതില് അല്പം പോയിസൺ കലക്കി അവൾക്ക് കൊടുത്താ അത് കഴിച്ച് അവളുടെ കാറ്റ് പോവും. സോ 4 എംപററിൽ ഒരാളുടെ കഥ കഴിയും. നിങ്ങളുടെ ലക്ഷ്യവും അത് തന്നെയല്ലേ? പക്ഷെ സാഞ്ചി ആണെങ്കിൽ തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഒരിക്കലും ഫുഡ് ഐറ്റംസിൽ ഇങ്ങനെയുള്ള പോയിസൺ കലക്കാൻ അനുവദിക്കില്ല. എത്ര വലിയ എനിമിയാണെങ്കിലും അവരോട് ഡയറക്റ്റ് ഫൈറ്റ് ചെയ്ത് അവരെ തോൽപ്പിക്കണം. ഒരു കാരണവശാലും ഭക്ഷണത്തിൽ ഇങ്ങനെ ചെയ്യരുത്. ഹോംസിനാണെങ്കിൽ എങ്ങനെ പറയണം, എന്തു പറയണം എന്നറിയില്ല. പക്ഷെ അവൻ ഒരു കാര്യം തീർത്തു പറയും, നീ ഇതുകൊണ്ട് തീർച്ചയായിട്ടും റിഗ്രറ്റ് ചെയ്യും. ഒരു കേക്ക് അത് ബിഗ് മോം കഴിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളെ എല്ലാവരെയും അവൾ കൊല്ലും. സോ അവൾ അതിനു മുൻപ് തകർത്തിട്ടില്ല എങ്കിൽ അത് നമുക്ക് എല്ലാവർക്കും വലിയ നാശം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് അവനങ്ങനെ ടെററായിട്ട് നിൽക്കും. സാഞ്ചി ആണെങ്കിൽ ഉടനെ ഒരല്പം ക്രീം എടുത്ത് അവന്റെ വായിലേക്ക് ഇട്ട് കൊടുക്കും. അവനത് കഴിക്കേണ്ട താമസം അങ്ങനെ ഇംപ്രസ്ഡ് ആയിട്ട് താഴെ വീഴുകയാണ്. വാവ്, ഇത്രയും ടേസ്റ്റ് ഉള്ള ഒരു കേക്ക് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അതിന് സാഞ്ചി അവനാണെങ്കിൽ സിഗരറ്റ് എടുത്ത് കത്തിച്ച് ഇപ്പൊ അവനോട് പറയും, എനിക്കൊരിക്കലും ഫുഡില് ആർക്കും പോയിസൺ കലക്കി കൊടുക്കാൻ കഴിയില്ല. ശത്രുക്കൾക്ക് പോലും വിശന്നാൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് എന്റെ ഉത്തരവാദിത്തം. അത് ഞാൻ തീർച്ചയായിട്ടും ചെയ്യും. സാഞ്ചിയുടെ വാക്കുകൾ കേട്ട് പുട്ടിങ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആവും. ഇവിടെ കപ്പോംസിനാണെങ്കിൽ ആ ഒരു ഫുഡിന്റെ ടേസ്റ്റ് അതിപ്പോഴും അവന്റെ നാവിൽ നിന്ന് പോവില്ല. ഷിഫോൺ ആണെങ്കിൽ കപ്പോംസിനോട് പറയും, തീർച്ചയായിട്ടും ബിഗ് മോം അവരെ കേക്ക് കഴിക്കുന്ന ഗ്യാപ്പിൽ നമുക്ക് രക്ഷപ്പെട്ടു പോകാനായിട്ട് പറ്റും, എനിക്കതിന് ഉറപ്പുണ്ട്. അങ്ങനെ വേറെ വഴിയില്ലാതെ കപ്പോംസ് അവൻ കൺവിൻസ്ഡ് ആവുകയാണ്. അവരാണെങ്കിൽ വീണ്ടും കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ സണ്ണും ആ ക്ലൗഡും അവറ്റകൾ രണ്ടും ബിഗ് മോമിനെ അന്വേഷിച്ച് അങ്ങനെ കടന്നു പോവാണ്. അതേസമയം ഇവിടെയാണെങ്കിൽ ക്യാരറ്റ് ആ വില്ലന്മാരുടെ കപ്പലൊക്കെ തകർത്ത് നമ്മുടെ ആൾക്കാരുടെ കപ്പലിന് കടന്നു പോകാനുള്ള ഒരു വഴി അത് റെഡിയാക്കും. മറ്റൊരു ഭാഗത്ത് ബ്രൂക്ക് ആണെങ്കിൽ നമ്മുടെ ക്യാരറ്റിനെ സഹായിക്കാൻ അവളുടെ അടുത്തേക്ക് ഉഷാറായിട്ട് ഓടും. ബ്രൂക്ക് ആണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഓടി വന്ന് ഇപ്പോ അവന്റെ മ്യൂസിക് അതുപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് പേരെ അങ്ങനെ തളർത്തുകയാണ്. അവന്റെ മ്യൂസിക്കിൽ മയങ്ങി ഒരുപാട് പേര് അങ്ങനെ തളർന്നു വീഴും. ഇവിടെ ക്യാരറ്റ് ആണെങ്കിൽ നിർത്താതെ വില്ലന്മാരുടെ കപ്പല് അതൊന്നായിട്ട് തകർത്തു കൊണ്ടേയിരിക്കുകയാണ്. ക്യാരറ്റിന് ഒരുപാട് നേരം ആ പവർ അത് ഉപയോഗിക്കാനായിട്ട് കഴിയില്ല. അവളാണെങ്കിൽ നല്ല രീതിയിൽ ക്ഷീണിച്ചിരിക്കുകയാണ്. ശ്വാസമൊക്കെ വലിച്ചു വിട്ട് അവളെ കൊണ്ട് പറ്റും പോലെ അവൾ ഓരോരോ കപ്പലുകളായിട്ട് തകർക്കും. മാക്സിമം കപ്പലുകളുടെ സ്റ്റിയറിംഗ് വീല് അതായിരിക്കും അവൾ തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയം
ആ ജീനി അവളുടെ അടുത്തേക്ക് വന്ന് സ്ക്വാഡൊക്കെ ഉപയോഗിച്ച് അച്ചരം പൊച്ചരം വിട്ടും. അവളാണെങ്കിൽ ജസ്റ്റ് മിസ്സിന് ആ അറ്റാക്കിൽ നിന്ന് എല്ലാം രക്ഷപ്പെട്ട് ഓരോ ഭാഗത്തേക്ക് മൂവ് ചെയ്യും. ജീനിയുടെ അറ്റാക്ക് അത് അവരുടെ തന്നെ കപ്പലുകളിൽ പതിച്ച് ആ കപ്പലുകൾ ഓരോന്നായിട്ട് തകർന്നുകൊണ്ടേയിരിക്കും. ക്യാരറ്റ് ആണെങ്കിൽ വീണ്ടും ഒരു സെക്കൻഡ് പെട്രോ പറഞ്ഞ കാര്യം ആലോചിക്കും. നിന്റെ സമയം വരും, ആ സമയം നിന്റെ ബെസ്റ്റ് കൊടുത്ത് മാത്രം നീ മരണത്തിന് കീഴടങ്ങുക. അവൾ അങ്ങനെ ആ കാര്യങ്ങളെല്ലാം ചിന്തിച്ച് അവളുടെ ബെസ്റ്റ് കൊടുത്ത് ഇപ്പൊ അവള് മരണത്തെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയാണ്. ആ ജീനി അവളെ വെട്ടാനായിട്ട് ക്ലോസ് എത്തും. അവള് കണ്ണടച്ച് അവിടെ തന്നെ നിൽക്കുകയാണ്. പക്ഷെ അടുത്ത സെക്കൻഡ് നമ്മുടെ ബ്രൂക്ക് അവൻ ചാടി വീണ് ക്യാരറ്റിനെ തൂക്കിയെടുത്ത് ഇവിടുന്ന് കൊണ്ടുപോകും. ആ ജീനി ആണെങ്കിൽ വണ്ടർ അടിക്കും. ക്യാരറ്റ് ആണെങ്കിൽ അത് വിശ്വസിക്കാൻ കഴിയാതെ ബ്രൂക്കിനെ നോക്കും. ബ്രൂക്ക് ആണെങ്കിൽ അവൾ അഭിനന്ദിക്കും. വാവ്, സത്യത്തില് നിനക്ക് ഇത്രയും പവർ ഉണ്ടായിരുന്നെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. നീ ഒറ്റയ്ക്കാണ് അത്രയും വില്ലന്മാരെ തകർത്ത് കളഞ്ഞത്. യു ആർ റിയലി ഗ്രേറ്റ്. നീ ഇനി എങ്ങനെ പഴയതുപോലെ നോർമലാവും? അതിനവളാണെങ്കിൽ അവനെ നോക്കി ചിരിച്ച് ആ നിലാവിൽ നിന്ന് അങ്ങനെ മുഖം മറച്ച് കണ്ണടച്ച് തുറക്കും. ഓൺ ദ സ്പോട്ട് അവൾ നോർമലായി മാറും. ഇതിലേക്ക് തിരികെ എത്തിയ നമ്മുടെ ക്യാരറ്റിനെ എല്ലാവരും അഭിനന്ദിച്ച് അവളുടെ പേരൊക്കെ വിളിച്ച് ചേറിയാണ്. ക്യാരറ്റിനാണെങ്കിൽ വല്ലാത്തൊരു ചാരിതാർത്ഥ്യം തോന്നും. ഇത്രയും കാലവും അവൾ ജീവിച്ചിരുന്ന് ഇപ്പോഴാണ് അവളുടെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടായത്. എന്തൊക്കെയോ നേടിയെടുത്തായിട്ട് അവൾക്ക് തോന്നുക. ക്യാരറ്റ് ആണെങ്കിൽ അവരോട് പറയും, എനിക്കൊരു അല്പസമയം റെസ്റ്റ് ചെയ്യണം. അത് മറയുന്നത് വരെ ഞാൻ എൻ്റെ റൂമിൽ പോയി റെസ്റ്റ് എടുക്കുകയാണ്. അതല്ല എങ്കിൽ വീണ്ടും ഞാൻ ബീസ്റ്റായി മാറാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ആൾക്കാർ ഓക്കെ പറഞ്ഞ് അവൾ റൂമിലേക്ക് പറഞ്ഞയക്കും. കട്ട് ചെയ്താ ഇവിടെ ബിഗ് മോം. അവളാണെങ്കിൽ ഫുൾ കലിപ്പില് അവളുടെ അസിസ്റ്റൻസ് അവരെവിടെയും ചോദിക്കും. അതിന് പരസ്പരം മറുപടി പറയും. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവര് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം ഇവിടേക്ക് എത്തും. ഡെയ്ഫുക്കും അവന്റെ ആൾക്കാരും ആ സ്ട്രോ ഹാറ്റ് ടീമിന് മുൻപിൽ തോറ്റ് മുട്ടുമടക്കി. നമ്മൾ എന്തെങ്കിലും ഉടനെ ചെയ്തിട്ടില്ല എങ്കിൽ അവർ ഇവിടുന്ന് വീണ്ടും രക്ഷപ്പെട്ടു പോകാൻ ചാൻസ് കൂടുതലാണ്. അതും കൂടെ കേട്ട ബിഗ് മോം ആണെങ്കിൽ ഫുൾ കലിപ്പില് ഇപ്പൊ അവളുടെ അസിസ്റ്റൻസിന്റെ പേര് വിളിച്ചലറും. ആ അലർച്ച കേട്ട് അവളുടെ അസിസ്റ്റൻസ് ആയിട്ടുള്ള ആ സണ്ണും ക്ലൗഡും അവറ്റകൾ രണ്ടും അവളുടെ അടുത്തേക്ക് വരും. ബിഗ് മോം ആണെങ്കിൽ ക്ലൗഡിന്റെ മുകളിലേക്ക് ചാടി കയറി നമ്മുടെ ആൾക്കാരെ ഫോളോ ചെയ്തു പോകും. അതിനുശേഷം നമ്മുടെ ആൾക്കാരെ സൺ പവർ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അവളാണെങ്കിൽ ആ വെഡിങ് കേക്ക് അത് എവിടെയും ചോദിച്ചു കൊണ്ടേയിരിക്കും. നമ്മുടെ ആൾക്കാർ ഈ കാഴ്ചയൊക്കെ കണ്ട് ഒരു സെക്കൻഡ് സ്തംഭിച്ചു നിൽക്കും. കാരണം അവള് ആ ക്ലൗഡിന്റെ മുകളിൽ കയറിയതുകൊണ്ട് തന്നെ ഒരുപാട് സ്പീഡിലാണ് ഇപ്പൊ അവരുടെ അടുത്തേക്ക് വരിക. എത്രയും വേഗം എന്തെങ്കിലും ചെയ്തിട്ടില്ല എങ്കിൽ ബിഗ് മോം അവൾ ആ കപ്പലും നമ്മുടെ ആൾക്കാരെയും തവിട് പൊടിയാക്കും. നമ്മുടെ ആൾക്കാർ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ ആ ബിഗ് മോം അവൾ എടുത്തു ചാടി കപ്പലിലേക്ക് വരും. അവൾ കപ്പലിലേക്ക് എത്തേണ്ട താമസം എന്റെ വെഡിങ് കേക്ക് അതെവിടെയും ചോദിച്ച് കപ്പലിലെ ഓരോരോ റൂംസ് ആയിട്ട് തല്ലി പൊട്ടിക്കുകയാണ്. ക്യാരറ്റ് ആണെങ്കിൽ അവളുടെ റൂമിൽ മൂണിനെ കാണാതെ റെസ്റ്റ് ചെയ്യാണ്. വീണ്ടും അവൾക്ക് മൂണിനെ കാണേണ്ടി വന്നാൽ അവൾക്ക് ആ ബീസ്റ്റായി മാറേണ്ടി വരും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ലൂഫിയെയും ആ വില്ലനെയും കാണിക്കും. അവനാണെങ്കിൽ അവന്റെ ഡോണറ്റ് പവറൊക്കെ ഉപയോഗിച്ച് ലൂഫിയെ അറഞ്ചം പുറഞ്ചം പിടിച്ചു വലിച്ച് ആഞ്ഞടിച്ച് തല്ലി തല്ലി ഒരു മൂലക്കിടും. ഒരുപാട് വേദനയിലും വിട്ടുകൊടുക്കാതെ ലൂഫി അവൻ പതിയെ എഴുന്നേറ്റ് കണ്ണൊക്കെ അടച്ച് റെയിലി അവന് പറഞ്ഞു കൊടുത്ത ചില കാര്യങ്ങൾ അതങ്ങനെ ഓർക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.